ഒരു വീട്ടിൽ നിന്ന് 3 ആനകളാണ് ഇത്തവണ തൃശൂർ പൂരത്തിന് അണിനിരക്കുന്നത്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, നന്ദിലത്ത് ഗോപിനന്ദൻ, നന്ദിലത്ത് ഗോവിന്ദക്കണ്ണൻ എന്നിവരാണ് പൂന്തോളിലെ നന്ദിലത്ത് നിന്ന് ഇത്തവണ പൂരത്തിലെത്തുന്നത്. 30 വർഷത്തെ പതിവ് തുടരുകയാണ് ഗോപു നന്ദിലത്ത്. പൂന്തോളിലെ ഒരു വസതിയിൽ നിന്നും 3 ഗജവീരന്മാരാണ് പൂരത്തിന്റെ നഗരിയിലെ പെരുമയിലേക്ക് ഇറങ്ങുന്നത്. അത് 3 പതിറ്റാണ്ടിലെ ആ ഒരു പതിവ് ഇപ്പോഴും തെറ്റുന്നില്ലല്ലേ? ഗോപു നന്ദിലത്ത് തന്നെയാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. തീർച്ചയായും ഞങ്ങളുടെ 33ാമത്തെ വർഷമാണ് തൃശ്ശൂർ പൂരത്തിന് ഞങ്ങളുടെ ആനകൾ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും യുവരാജാവായ ഗോപാലകൃഷ്ണൻ, അതേപോലെ തന്നെ ഗോവിന്ദക്കണ്ണൻ, ഗോപികണ്ണൻ, ഈ 3 ആനകളും സ്ഥിരമായി തൃശ്ശൂർ പൂരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ്. ഈ വർഷവും ഞങ്ങളുടെ ആന പങ്കെടുക്കുകയാണ് പൂരങ്ങൾക്ക്. ശരിക്കും അതൊരു പെരുമ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഗജവീരന്മാരെ അണിനിരത്തുമ്പോൾ വളരെ ഒരു മനസ്സിനൊരു സന്തോഷമായി. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേക ആനക്കമ്പമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മകൻ ജനിച്ച കാലം തൊട്ട് എനിക്ക് ആനയുള്ളതാണ്. അന്നു മുതൽ ഞങ്ങളുടെ ആനയാണ് അർജുൻ, നന്ദിലത്ത് അർജുൻ ആന. അതിനുശേഷം പല ആനകളും നമ്മുടെ കുടുംബത്തിൽ കൂടെ വന്ന് കയറിപ്പോയി. ഇപ്പോൾ ഞങ്ങളിൽ 3 ആനകളാണ്. ഈ 3 ആനകളും തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വലിയൊരു ആനക്കമ്പുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാവർക്കും ആനയോട് ഒരു വലിയ താല്പര്യമാണ്. അപ്പോൾ ആനകൾ അങ്ങനെ പൂരത്തിൽ പങ്കെടുക്കുകയാണ്. വർഷങ്ങളായുള്ള ഒരു പതിവ് ഇപ്പോഴും തെറ്റിക്കുന്നില്ല എന്നുള്ളത്. 33 വർഷമായിട്ട് കോവിഡ് കാലഘട്ടത്തിൽ മാത്രം നമുക്ക് പോകാൻ സാധിച്ചില്ല. ബാക്കി എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ആനകൾ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തിട്ട് വലിയൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായി. അതാ വസ്ത്രത്തിൽ ഉൾപ്പെടെ ഗജവീരന്മാരുണ്ട്. ഒരു വലിയ നെഞ്ചിലേറ്റാണ് അക്ഷരാർത്ഥത്തിൽ അല്ലേ? ഇപ്പോൾ ഞാൻ ജനിച്ച് 1 വയസ്സോ 2 വയസ്സിൻ്റെ അടുത്ത് നമ്മൾ ആന വാങ്ങിച്ചു. അപ്പോൾ അന്നോട്ട് നമ്മുടെ വീട്ടിൽ ആനയുള്ളതാണ്. അപ്പോൾ കുട്ടികാലം തൊട്ട് കണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടന്ന് അതിൻ്റെ കൂടെ നടന്നുകൊണ്ട് ആന രക്തത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഏതാന പോയാലും നമ്മൾ തൃശ്ശൂർ ഓട്ടോമാറ്റിക് നോക്കും ഏതാനയാണ് എവിടെ നിന്നാണ് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കും. ഓട്ടോമാറ്റിക്കായി തൃശ്ശൂരുടെ രക്തത്തിലുള്ളതാണ്. അതുപോലെ ആനകളെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് നമ്മൾ ഇവിടുത്തെ ആനകളെയും എല്ലാ ആനകളെയും ആ രീതിയിലാണ് നോക്കുന്നത്. ഗോപേട്ടൻ്റെ മാത്രം ആനപ്രേമല്ല, കുടുംബം ഒന്നാകെ കൂടെ ഉണ്ട്. അതെ, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഉത്സവം, മേളം, ആന, ഇത് ഒരു കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ചെറുപ്പം മുതലേ കാണുന്നതാണ് ആന. ആനയും ഉത്സവങ്ങളായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ വളരെ സന്തോഷം. അങ്ങനെ ഇത്തവണയും ഗോപു നന്ദിലത്തിൻ്റെ വീട്ടിൽ നിന്ന് 3 ഗജവീരന്മാർ തൃശ്ശൂർ പൂരത്തിനാണ് നിൽക്കും. അനൂപിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.